NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ ഡയറക്ടർ ബോർഡ് അംഗവുമായ KB ഗണേഷ് കുമാറും തമ്മിലുള്ള പരസ്യമായ വാക്പോരും തർക്കങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് എത്തുകയുമാണ്. അതായത് NSSൽ തന്നെ പ്രതിസന്ധിയാകുന്ന തലത്തിലേക്ക് ആ ഏറ്റുമുട്ടൽ എത്തുന്നു. ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. മന്നം സമാധി എല്ലാവർക്കുമായി തുറക്കണം എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ അധിക്ഷേപിച്ച KB ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന മറ്റൊരാവശ്യം സുകുമാരൻ നായരോടുമായി ചേർന്ന് നിൽക്കുന്ന യൂണിയനുകളിൽ നിന്ന് ഉയരുന്നതും നമ്മൾ കാണുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചതിന് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ച് നടൻ അനൂപ് ചന്ദ്രനും രംഗത്തു വന്നു. ഗണേഷ് ഉയർത്തിയ കലാപം NSSൽ കത്തിപ്പടരുമോ അതോ സുകുമാരൻ നായർ കെടുത്തുമോ എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ NSS വിവാദത്തിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളിലേക്കാണ് നമ്മൾ നോക്കുന്നത്. NSSനെതിരെ രൂക്ഷ വിമർശനമാണ് മുൻ മന്ത്രി KB ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത്. ഇത്തിൽ കണ്ണി, ഏകാധിപതി, അഴിമതിക്കാരൻ, സ്വജനപക്ഷപാതി, ഇത്തരം പല വിശേഷണങ്ങളും ഗണേഷ് കുമാർ സുകുമാരൻ നായർക്ക് നൽകി. ഇങ്ങനെ ഒരു തരം താഴ്ന്ന നേതൃത്വം NSSന് വേണമോ എന്ന് സമുദായം ചിന്തിക്കണം എന്നതാണ് ഗണേഷ് കുമാർ പറയുന്നത്. അങ്ങേയറ്റം പരിഹസിച്ചായിരുന്നു ഗണേഷ് കുമാർ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ സുകുമാരൻ നായരെ കുറിച്ച് സംസാരിച്ചത്. ഒരു ഭീഷണിയും മുഴക്കി സുകുമാരൻ നായരുടെ വലിയ വിമർശനമാണ് ഗണേഷ് കുമാർ ഉയർത്തിയത്. ഒരു ഭീഷണിയും മുഴക്കി സുകുമാരൻ നായരുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ധനലക്ഷ്മി ബാങ്ക് ഇടപാടുകളെക്കുറിച്ചും താനൊന്നും പറയുന്നില്ല എന്ന് ഗണേഷ് കുമാർ പറയുകയാണ്. തന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്, മകനെ പറ്റിയും മകളെപ്പറ്റിയും കൊച്ചുമകളെ പറ്റിയും ഒക്കെ കുറെ കാര്യങ്ങൾ തന്റെ കൈവശമുണ്ട് എന്ന ഒരു ഭീഷണി കൂടി ഗണേഷ് കുമാർ ഉയർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതികരിച്ച KB ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. എതിരാളികളെ കടന്നാക്രമിക്കുന്ന പതിവ് ശൈലി ഒഴിവാക്കി ഗണേഷിന്റെ ആരോപണങ്ങളിൽ മയപ്പെടുത്തിയായിരുന്നു സുകുമാരൻ നായരുടെ മറുപടികൾ. തന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്നുമായിരുന്നു സുകുമാരൻ നായരുടെ അതിനോടുള്ള പ്രതികരണം.
എന്നാൽ അതിനില്ല, താൻ കേസ് കൊടുക്കുന്നില്ല എന്നതാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയത്. കേസ് കൊടുത്താൽ NSSന്റെ പണമെടുത്ത് NSS ജനറൽ സെക്രട്ടറി ആ കേസ് നടത്തും. ഇതുവരെ 82 തവണയൊക്കെ മാറ്റിവെച്ച കേസുകളുണ്ട്. അങ്ങനെ പണം മുടക്കി ഇതിനെ നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുകയാണ് സുകുമാരൻ നായർ എന്ന് ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയും പകരം താൻ ജനങ്ങളിലേക്കാണ് എത്തുക, ജനങ്ങളെ ഇത് അറിയിക്കുക എന്നതാണ് തന്റെ ദൗത്യം, അതായിരിക്കും ചെയ്യുക എന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. അപ്പോൾ എന്താണ് തന്റെ ലൈൻ ഈ വിഷയത്തിൽ എന്നത് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. ഗണേഷ് കുമാറിന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. എന്നാൽ താൻ കേസ് കൊടു എന്ന് പറയുമ്പോൾ ഞാൻ കേസ് കൊടുക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. കാരണം മന്നത്ത് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് കേസ് കെട്ടുകൾ ഒഴിവാക്കണം. മാത്രമല്ല, ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്താൽ ശ്രീ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കേസ് ഇറക്കും. അപ്പം ഞാൻ കേസ് കൊടുത്താൽ ഞാൻ വക്കീലിന് ഫീസ് കൊടുക്കണം, കോടതി ഫീസ് കൊടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ സുകുമാരൻ നായർ മന്നത്ത് ആചാര്യൻ പിടിയേരി ശേഖരിച്ച് ഉണ്ടാക്കിയ NSSൻ്റെ പണമെടുത്ത് സുകുമാരൻ നായർ കേസ് ഇറക്കും. കാരണം കഴിഞ്ഞ സിവിൽ കേസ് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം വരെ തീർപ്പുണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത ഒരു കേസിൽ NSSൻ്റെ പണമെടുത്ത് വക്കീലന്മാരെ വെച്ച് 89 തവണ കോടതിയിൽ കേസ് മാറ്റിവെപ്പിച്ചു. അന്തസ്സുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വാദിക്കും. ജഡ്ജി മുമ്പാകെ കേസ് വാദിക്കാൻ തരണം. വക്കീൽ ചെല്ലുക, അവധി വയ്ക്കുക, പോവുക. ഈ വക്കീലന്മാർക്കെല്ലാം NSSൻ്റെ പണമെടുത്താണ് ഫീസ് കൊടുക്കുന്നത്. 89 തവണ ഒരു കേസ് വയ്ക്കുന്നത്, മാറ്റിവെക്കുന്നത് ജുഡീഷ്യറിയോട് പോലും കാണിക്കുന്ന മര്യാദകളാണ്. ആ മര്യാദകേടിന് ഇനി അവസരം കൊടുക്കുന്നില്ല. ഇനി പറയാനുള്ളത് ജനങ്ങളോട് പറയും, ജനകീയ കോടതിയിൽ പറയും. ജനങ്ങൾ അത് ശരിയോ എന്ന്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. ഏതായാലും കേസ് കൊടുത്ത്, ഞാൻ കേസ് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കാം. സുകുമാരൻ നായർ NSSൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കും. സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ കേസ് കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ തയ്യാറാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ആ ഒരു സംഘത്തിലുമില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞാറുണ്ട്, കരയോഗത്തിലെ അംഗത്വം ആരും ഉപേക്ഷിക്കുക. അപ്പോൾ താൻ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ കോടതിയിലാണ് ഇനി എല്ലാ കാര്യങ്ങളും പറയാൻ പോകുന്നതെന്ന് ഗണേഷ് കുമാർ പറഞ്ഞത്. എന്തായാലും ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് നായർ സംരക്ഷണ സമിതി. NSS പതാക ദിനമായ ഒക്ടോബർ 31 മുന്നോടിയായിട്ടായിരിക്കും ഈ ജാഥ നടക്കുക. മന്നം സമാധിയിൽ എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാകണം, എല്ലാവർക്കും അത് തുറന്നു കൊടുക്കണം, എല്ലാവർക്കും ആക്സസിബിൾ ആകണം മന്നം സമാധി എന്നൊരു കാര്യമാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. KB ഗണേഷ് കുമാറും അക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. അവിടെ വിശ്വാസം അർപ്പിക്കുന്ന, ഏറ്റവും ശുദ്ധിയോടും പരിശുദ്ധിയോടും കൂടി അവിടെ എത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും അവിടെ എത്തണമെന്ന്. അപ്പോൾ സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ച് ഗണേഷ് കുമാർ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ പോലും നായർ സർവീസ് സൊസൈറ്റിയിലെ തന്നെ സംരക്ഷണ സമിതി അതിനെ എതിരെ രംഗത്ത് വരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മന്നം സമാധി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടായിരിക്കും ഈ ജാഥ അവർ നടത്തുക. അപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ സമാന്തര നീക്കത്തോട് ഇതുവരെ ഒരു പ്രതികരണവും സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മൗനം പാലിക്കാനാണ് NSS നേതൃത്വത്തിന്റെ തീരുമാനം എന്നതാണ് അറിയുന്നത്. ഗണേഷ് കുമാറിനെതിരെ ചില നീക്കങ്ങളും ഒപ്പം നടക്കുന്നുണ്ട്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ അധിക്ഷേപിച്ച KB ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് പത്തനാപുരം താലൂക്ക് യൂണിയൻ നേതൃയോഗം ആവശ്യപ്പെട്ടത് ഇതിന്റെ ഭാഗമാണ്. NSSനെ തകർക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ ഗണേഷ് കുമാർ പങ്കെടുത്തുവെന്നും സ്വന്തം പ്രവർത്തികളുടെ ഫലമായാണ് ഗണേഷ് കുമാർ പൊതുമണ്ഡലങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടതെന്നും യോഗം കുറ്റപ്പെടുത്തി. വിരളി പൂണ്ടാണ് ഗണേഷ് കുമാർ ഇപ്പോൾ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നതെന്നും സ്വന്തം പിതാവിനോട് എങ്ങനെയാണ് ഗണേഷ് കുമാർ പെരുമാറിയതെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഈ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. NSSനും നേതൃത്വത്തിനുമെതിരെ നിന്ദകൾ ഇനിയും തുടർന്നാൽ ശക്തമായ സമര പരിപാടികളുമായി പൊതുനിരത്തിലിറങ്ങി പ്രതിരോധിക്കുമെന്നും പത്തനാപുരം താലൂക്ക് യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ സുകുമാരൻ നായർക്കെതിരെ തുടർച്ചയായി വിമർശനം ഉന്നയിച്ച KB ഗണേഷ് കുമാറിനെതിരെ പ്രമേയം പാസാക്കി തിരുവനന്തപുരം താലൂക്ക് യൂണിയനും രംഗത്തു വന്നു. NSS ജനറൽ സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ഗണേഷ് കുമാർ മ്ലേച്ഛമായ പരിശ്രമങ്ങളാണ് നടത്തുന്നത് എന്നതാണ് തിരുവനന്തപുരത്തെ താലൂക്ക് യൂണിയന്റെ പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നത്. നായർ സമുദായത്തെ പഠിപ്പിക്കാൻ തുനിയുന്ന ഞാഞ്ഞൂലിനെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയണം എന്നതാണ് ആ പ്രമേയത്തിലെ ആഹ്വാനം. അപ്പോൾ വലിയ രീതിയിൽ ഒരാളെ ഇറക്കാനും മറ്റൊരാളുടെ കെടുത്താനും ഒക്കെ ആയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ NSS ജനറൽ സെക്രട്ടറിയെ വിമർശിച്ചതിന് പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ചുകൊണ്ട് നടൻ അനൂപ് ചന്ദ്രനും രംഗത്തു വന്നു. സഹോദരന്റെ ഭാര്യയെ
NSS ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ആരോപണം ഉന്നയിച്ചത്. ചങ്ങനാശ്ശേരിയിലെ മാർപ്പാപ്പയ്ക്ക് നല്ല നമസ്കാരം എന്ന് പറഞ്ഞാരംഭിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ താൻ പറഞ്ഞത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്ന് മനസ്സിലായെന്ന് അനൂപ് ചന്ദ്രൻ കുറിച്ചു. വിമർശിച്ചതിന്റെ പേരിൽ ഇങ്ങനെ പ്രതികാരം ചെയ്യുന്ന ജി സുകുമാരൻ നായരുടെ മാടമ്പിത്തരം ഇനി എത്ര നാൾ വേണമെന്ന് NSS സമുദായം തീരുമാനിക്കുമെന്നും അനൂപ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു. ഈ ഗണേഷ് കുമാർ വലിയ വിമർശനം ഉന്നയിച്ച തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് അതിൽ അനൂപ് ചന്ദ്രനും ഉണ്ടായിരുന്നു. മന്നം ക്ലബ്ബിൽ വെച്ച് നടത്താനിരുന്ന നായർ സംരക്ഷണ സമിതിയുടെ ദേവദാരുവിലെ ഇത്തിൽക്കണ്ണികൾ എന്ന പുസ്തക പ്രകാശനം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയപ്പോഴാണ് അനൂപ് ചന്ദ്രൻ സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. NSS കോളേജുകൾ ഓരോന്നായി പൂട്ടി വരികയാണെന്നും ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ വിറ്റെന്നും അനൂപ് ചന്ദ്രൻ ചടങ്ങിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ വിമർശനങ്ങൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടു എന്നതാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അനൂപ് ചന്ദ്രൻ ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് സുകുമാരൻ നായർക്കെതിരെ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി അനൂപ് ചന്ദ്രൻ രംഗത്ത് വന്നു. എതിർക്കുന്നവരോടെല്ലാം പ്രതികാര നടപടിയാണ് ശീലിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുടർന്നാൽ NSS ആസ്ഥാനം ചവിട്ടി തുറന്ന് ചെറുപ്പക്കാർ മറുപടി നൽകും എന്നതാണ് അനൂപ് ചന്ദ്രൻ പറഞ്ഞത്. അതിരൂക്ഷമായ വാക്കുകളായിരുന്നു. ന്യൂസ് 18നോടായിരുന്നു ഈ പ്രതികരണം. NSS എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി മാത്രമാണല്ലോ. വേറെ ഏതെങ്കിലും ഒരു NSS പ്രതിനിധിയുടെയോ പ്രതിനിധി സഭയിലെ ഒരാളുടെ പേരോ പൊതുസമൂഹത്തിൽ ആർക്കെങ്കിലും അറിയാവോ? ആർക്കും അറിയില്ല. എല്ലാം അയാൾ, എല്ലാം ഒരാൾ, എല്ലാം ഞാൻ. ആ ഒരു കൺസെപ്റ്റിലൂടെ പോവുകയും ഈ പാവപ്പെട്ട ഈ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ വളരെ താഴെ നിൽക്കുന്ന നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ NSS മാറിപ്പോയി. ഒരു കുടുംബ വാഴ്ചയ്ക്ക് ഒരു മഹാനായ ഒരു മനുഷ്യൻ അലഞ്ഞു നടന്ന് ഉടുതുണി അഴിച്ച് അലക്കി വെച്ച് അത് ഉണങ്ങിയിട്ട് അടുത്തടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പോയൊരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനം അത് ഒരാൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് മാത്രമായി അധപ്പതിച്ചു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണിത്. ഗതികേട് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. ആ പറച്ചില് ഒരു പൊതുസമൂഹം മൊത്തം അതിന്റെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കാര്യം ഇതിന്റെ ബൈലോ പ്രകാരമുണ്ട് ഏത് കരയോഗത്തെയും, ഇന്നലെ അങ്ങേരുടെ പ്രസ്താവന ഞാൻ കണ്ടു, ഏത് കരയോഗത്തെയും ഏത് രാത്രി വേണേലും ഞാൻ പിരിച്ചുവിടും. ആരിപ്പോ എന്താ ചെയ്യുക? എന്തൊരു ധിക്കാരപരമായ ഒരു സമീപനമാണത്. അതൊരു സംശയവും വേണ്ട. ഞാനിപ്പോ എഴുതി വെച്ചു തരാം. ഒരു 3, 4, 5 വർഷത്തിനുള്ളില് ഈ നായർ സമുദായത്തിലെ യുവാക്കള് പഴയ നായർ പടയാളികളായി മാറിക്കൊണ്ട് ചങ്ങനാശ്ശേരി ആസ്ഥാനത്തേക്ക് കയറുകയും മന്നത്താചാര്യന്റെ സ്മൃതി മണ്ഡപം ചവിട്ടി തുറക്കുകയും അതിനകത്ത് പുഷ്പാർച്ചന ചെയ്യുകയും സുകുമാരൻ നായരുടെ നെഞ്ചത്ത് റീത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഒരു 3-4 വർഷത്തിനുള്ളിൽ സമീപ ഭാവിയിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് അനൂപ് ചന്ദ്രൻ ഉയർത്തിയത്. യുവാക്കൾ, ചെറുപ്പക്കാർ ഇതിന് മറുപടി നൽകും ഈ മാടമ്പിത്തരത്തിന് എന്ന തരത്തിലാണ് അദ്ദേഹം ന്യൂസ് 18നോട് പ്രതികരിച്ചത്. പക്ഷേ അനൂപ് ചന്ദ്രൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു പ്രതികാര നടപടി എന്നത്. പക്ഷേ ഈ പ്രതികാര നടപടി എന്ന ഈ ആരോപണം സഹോദരന്റെ ഭാര്യയെ NSS ട്രാൻസ്ഫർ ചെയ്തു എന്നതായിരുന്നു. ആ ആരോപണം തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരനും ഒപ്പം തന്നെ സഹോദരന്റെ ഭാര്യയും രംഗത്ത് വന്നു. അനൂപ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഞങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ ഈ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യം ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാനസികമായി തകർക്കാൻ വേണ്ടി അനൂപ് ചെയ്യുന്നതാണ്. നമ്മളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ ചെയ്തതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരിക്കലും സ്നേഹം കൊണ്ടല്ല. അത് നാട്ടിൽ ആരോട് വേണേ അന്വേഷിച്ചാൽ അറിയാം. എന്തായാലും സഹോദരനും ഭാര്യയും അനൂപിനെ തള്ളിക്കളയുകയാണ്. അതേസമയം അതിരൂക്ഷമായ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുകയുമാണ്. ഗണേഷിന് ഇനി പരസ്യമായി മറുപടി പറയാനില്ല എന്ന നിലപാടാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത്. പരാതിയുണ്ടെങ്കിൽ കോടതിയിൽ പോകാമെന്നും സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ഗണേഷ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സുകുമാരൻ നായർ പ്രതികരിച്ചിരുന്നു. പത്തനാപുരത്തെ തോൽവിയിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ജനറൽ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുമില്ല. മൗനം കൊണ്ട് അവഗണിച്ച് അവസാനിപ്പിക്കാനാകുമോ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ? ഇന്നലെ NSS സെക്രട്ടറിയെ മാറ്റാൻ അദ്ദേഹത്തിന്റെ യൂണിയൻ തീരുമാനിക്കണമെന്നാണ് ഗണേഷ് പറഞ്ഞതെങ്കിൽ ഇന്ന് നായർ സമുദായത്തെ പഠിപ്പിക്കാൻ തുനിയുന്ന ഞാഞ്ഞൂലിനെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയണമെന്നാണ് തിരുവനന്തപുരം യൂണിയൻ പ്രമേയത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ആര് വീഴും,
ആര് വാഴും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന സ്ഥിതിയാണ് NSSൽ ഇപ്പോഴുള്ളത്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.